യേശുവിൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ശാലോം ടി വി ഒരുക്കുന്ന പരിശുദ്ധ അമ്മയ്ക്കൊരു പുഷ്പകിരീടമെന്ന ഈ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു. കേരള കത്തോലിക്ക സഭയുടെ നവീകരണത്തിനും വിശുദ്ധീകരണത്തിനുമായി പ്രാർത്ഥന പരിത്യാഗ വർഷമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ വർഷം അമ്മ മാതാവിനോട് ചേർന്ന് സഭയുടെ വിശുദ്ധീകരണത്തിനും നവീകരണത്തിനുമായി നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണല്ലോ. ഈശോയെ സ്നേഹിക്കുന്ന മക്കൾക്ക് ഈശോ തന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനമാണ് പരിശുദ്ധ അമ്മ. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 26 27 തിരുലിഖിതം. ഈശോ കുരിശിൽ തൂക്കപ്പെട്ട് കിടക്കുമ്പോൾ കുരിശിൻ്റെ ചോട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ മാതാവിനെ നോക്കി, തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ സ്ലീഹായെ നോക്കി ഈശോ പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, സഭയ്ക്കും ലോകത്തിനും ഈശോ തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. തിരുസഭയുടെ വേദപാരംഗതനായ വിശുദ്ധ സിറിൽ ഇങ്ങനെയാണ് പറയുന്നത്: സഭയുടെ ശിരസ്സാണ് ക്രിസ്തുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. എഫേസസ് 1:23 പൗലോസ് ശ്ലീഹ അത് പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ഭൗതിക ശരീരമാണ് സഭ. അപ്പോൾ സഭയെയും ശിരസായ ക്രിസ്തുവിനെയും തമ്മിൽ ഒന്നിപ്പിച്ച് നിർത്തുന്ന കഴുത്താണ്, ശിരസാണ്. ശിരസും ഉടലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ കഴുത്താണ് പരിശുദ്ധ അമ്മയെന്നാണ് വിശുദ്ധ സിറിൽ എന്ന് പറയുന്ന സഭാപിതാവ് പറയുന്നത്. അതുകൊണ്ടാണ് സഭയിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, സഭയിലൊരു വേദന ഉണ്ടാകുമ്പോൾ, സഭയ്ക്കെതിരെ ശത്രുക്കൾ ആഞ്ഞടിക്കുമ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇതിനു മുമ്പേ വന്ന് സന്ദേശം കൊടുക്കുമായിരുന്നു. 963 വരെ ഉക്രൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോൺവെൻറ്റിൽ ഒത്തിരി പ്രാർത്ഥിച്ച് പരിത്യാഗം ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട ഈശോയുടെ പ്രിയപ്പെട്ട ഒരു കന്യാസ്ത്രീ അമ്മയുണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട മകളെ പിന്നീട് സഭ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. വാഴ്ത്തപ്പെട്ട എലീന പഞ്ചക്ഷതധാരിയായിരുന്നു. ഇന്നും ആ ശരീരം അഴുകിയിട്ടില്ല. 953 പരിശുദ്ധ അമ്മ തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഉക്രൈനിൽ തിന്മ പെരുകുന്നു, വിശ്വാസം നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഈ സ്ഥലത്തെ ആക്രമിക്കപ്പെടും, ഈ സ്ഥലം നശിക്കും. പക്ഷെ പലരും ഇത് അവഗണിച്ചു. അമ്മ പറഞ്ഞു, പരിത്യാഗം ചെയ്യണം, പ്രാർത്ഥിക്കണം, ജപമാല ചൊല്ലണം. എല്ലാവരും ഇത് അവഗണിച്ചു. പക്ഷെ ഈ കാലയളവിൽ അത് പൂർണ്ണമായും ആ സന്ദേശം നിർവഹിച്ചു. ഈശോയുടെ പ്രിയപ്പെട്ട ജനമേ, എന്തിനാണ് പരിശുദ്ധ അമ്മ 947 മോണ്ടിക്കാരി എന്ന സ്ഥലത്ത് ഒരു പാവപ്പെട്ട നഴ്സിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അമ്മ എന്തിനാണ് കരയുന്നത്? അമ്മ കരയുന്ന എന്തിനാണ്? ഈശോയുടെ ശരീരമായ സഭ മുറിവേൽക്കപ്പെടുമ്പോൾ അമ്മ കരയുകയാണ്. ഇപ്പം സഭാ നവീകരണ വർഷമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ കാലയളവിൽ സഭയുടെ മക്കൾ ചെയ്യേണ്ട കാര്യമാണ് പരിത്യാഗം, പ്രാർത്ഥന. കൊളോസസ് ലേഖനം 1 അധ്യായം 24 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ, സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ കുറവുകൾ, ബലഹീനതകൾ ഞാൻ എൻ്റെ ശരീരത്തിൽ സഹനമായി അത് സഹിക്കുന്നു. എന്ന് വെച്ചാൽ ക്രിസ്തുവിന് കുറവുണ്ടായിട്ടല്ല, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയ്ക്കുണ്ടാകുന്ന കുറവുകൾ ഞാൻ എൻ്റെ സഹനം വഴി, എൻ്റെ പരിത്യാഗം വഴി, എൻ്റെ പ്രാർത്ഥന വഴി, എൻ്റെ ഉപവാസം വഴി, എൻ്റെ വേദനകൾ വഴി ഞാൻ സഭയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുന്നെന്നാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ 1,00,000-ലധികം ജപമാല ശാലോം ടീം ശാലോം ഒരുക്കുകയാണ്. 1,00,000-ലധികം ജപമാല സഭയുടെ നവീകരണത്തിന് വേണ്ടി ഒരുക്കുക. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ജപമാലയുടെ ശക്തിയെക്കുറിച്ച് കത്തോലിക്ക സഭയിലെ അതിശക്തനായ എക്സോസിസം ചെയ്യുന്ന ഡെലിവറൻസ് ആൻഡ് ഹീലിംഗ് മിനിസ്ട്രിയുടെ തലവനായിരുന്ന ഫാദർ ഗബ്രിയേൽ അമോർത്ത എന്ന് പറയുന്ന വൈദികൻ ലാഷ് എക്സോസിസം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് അദ്ദേഹം ചില അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഒരു രാജ്യത്ത് പൈശാചിക ശക്തി, സാത്താൻ പൊസസ് ചെയ്ത, സാത്താൻ ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് സഭയുടെ ഡെലിവറൻസ് അഭിഷേകം ലൂക്ക 9:1 വചനത്താൽ പൈശാചിക ശക്തിയെ ബന്ധിച്ചിട്ട് പിശാചിനോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്? നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്? സാത്താൻ പറയാൻ സമ്മതിക്കുന്നില്ല. വീണ്ടും കമാൻഡ് ചെയ്ത് ഫാദർ ഗബ്രിയേൽ അമോർത്ത എന്ന് പറയുന്ന വൈദികൻ എക്സോസിസ്റ്റ് പറയുകയാണ്,
അദ്ദേഹം ബന്ധിച്ചിട്ട് വീണ്ടും ചോദിച്ചു, സാത്താനോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്? പിശാച് അലറിക്കൊണ്ട് പറഞ്ഞത്, ഞങ്ങൾ മറിയത്തെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ മറിയത്തെ ഭയപ്പെടുന്നത്? ഉടനെ സാത്താൻ പറഞ്ഞ മറുപടി, ഒന്നാമത്തെ കാര്യം പിശാച് പറഞ്ഞത്, മറിയത്തിൻ്റെ അത്രയും ഈ സൃഷ്ട പ്രപഞ്ചത്തിൽ, ദൈവ സൃഷ്ടികളിൽ മറിയത്തിൻ്റെ അത്രയും എളിമയുള്ള വ്യക്തി ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പോലുമില്ല. കാരണം പരിശുദ്ധ മറിയം അഗാധമായി എളിമയുള്ള വ്യക്തിയാണ്. എളിമയുള്ള വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. എന്നിട്ട് പിശാച് പറയുകയാണ്, ഞങ്ങൾ അഹങ്കാരികളാണ്. മറിയം എളിമയുള്ള വ്യക്തിയാണ്. രണ്ടാമത് പറഞ്ഞത്, മറിയത്തിൻ്റെ അത്രയും ദൈവവചനത്തെയും ദൈവത്തെയും അനുസരിച്ചൊരു വ്യക്തി ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. ലോകത്ത് ജനിച്ച എല്ലാ വ്യക്തികളെക്കാൾ കൂടുതൽ ദൈവവചനത്തെ 100% അനുസരിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. മൂന്നാമത് സാത്താൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മറിയത്തെ ഞങ്ങൾ ഭയപ്പെടാൻ കാരണം മറിയത്തിന് പാപം തൊട്ടിട്ടില്ല. എന്നിട്ട് പിശാച് പറയും, ഈ ലോകത്തിൽ പാപം തൊടാതെ പാപമില്ലാതെ ജനിച്ച് പാപമില്ലാതെ സ്വർഗത്തിൽ പോയ സൃഷ്ടികളിൽ ഒറ്റ വ്യക്തിയേ ഉള്ളൂ, മറിയം. അതുകൊണ്ട് മറിയത്തെ ഞങ്ങൾക്ക് പേടിയാണ്. എന്നിട്ട് പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്, പരിശുദ്ധ ത്രിത്വം ഞങ്ങളെ അടിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് പരിശുദ്ധ മറിയം. നാലാമത്തെ കാര്യം പിശാച് പറഞ്ഞറിയാമോ? നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾ ചെല്ലുമ്പോൾ അത് ഞങ്ങളുടെ ശിരസ്സിനേക്കുന്ന ഏറ്റവും വലിയ അടിയാണ്. എന്നിട്ട് പിശാച് ഒരു വാക്കൂടെ പറഞ്ഞു, കത്തോലിക്ക സഭയുടെ ദൈവമക്കൾ ജപമാലയുടെ ശക്തി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പണ്ടേ ഈ ലോകത്തിൽ നിന്ന് ബന്ധിക്കപ്പെട്ടേനെ. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ അമ്മ നൽകുന്ന, ഈശോ നൽകുന്ന, സ്വർഗം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ലൂക്ക 1:28 മുതലുള്ള വാക്യങ്ങളിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന എവിടെ ചൊല്ലുന്നുണ്ടോ അവിടെ സാത്താൻ്റെ തല തകരും. കാരണം ഈ ഭൂമിയിൽ ദൈവത്തെ, ദൈവവചനത്തെ 100% സ്വീകരിച്ച് സാത്താൻ്റെ തല തകർത്ത, സ്വർഗം സന്തോഷിച്ച, നരകം ഞെട്ടിവിറയ്ക്കുന്ന അഭിവാദന സ്വരമാണ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, അതുകൊണ്ടാണ് ജപമാലയുടെ വിശുദ്ധനായ വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് പറയുന്നത്, ഒരു വ്യക്തി നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ ആ വ്യക്തിയുടെ അധരത്തിൽ നിന്ന് ഒരു റോസാപ്പൂ പറന്നു ചെന്ന് പരിശുദ്ധ അമ്മയുടെ ശിരസിൽ കിരീടത്തിൽ വന്നിരിക്കും. എന്നിട്ട് അടുത്ത വാക്ക് പറയാണ്, ഒരു നന്മ നിറഞ്ഞ മറിയമേ നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സാത്താൻ്റെ കോട്ടയിലേക്ക് ഒരു വെടിയുണ്ട കടന്നു ചെല്ലും. രണ്ട് കാര്യമാണ് സംഭവിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ ശാലോം ടിവിയിലൂടെ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ചൊല്ലുന്ന ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ അത് സാത്താൻ്റെ കോട്ടയെ തകർക്കും. രണ്ട്, പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ശിരസ്സിലേക്ക് നിങ്ങൾ കിരീടം വെച്ചു കൊടുക്കുന്ന റോസാപ്പൂവായി മാറും. അതുകൊണ്ടാണ് വിശുദ്ധന്മാർ 12-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കത്തോലിക്ക തിരുസഭയിലെ എല്ലാ വിശുദ്ധരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയായിരുന്നല്ലോ ജപമാല പ്രാർത്ഥന. ഹല്ലേലൂയ. നമുക്കറിയാം, സഭയിലൊരു പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിൽ, 12-ാം നൂറ്റാണ്ടിൽ 1200 കാലഘട്ടങ്ങളിലൊക്കെ സഭയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടത്തിൽ അൽ ജസ്ബിൻ പാഷാണ്ഡത സഭയെ കീറിമുറിച്ച് സഭയിൽ നിന്ന് അനേകം മക്കൾ വിട്ടുപോയപ്പോൾ ഡൊമിനിക് എന്ന് പറയുന്ന ഒരു വിശുദ്ധനായ വൈദികൻ, അദ്ദേഹം കുറേ നാൾ പ്രസംഗിച്ചു, ഒരൊറ്റയാളും മനസ്സാന്തരപ്പെടുന്നില്ല. കത്തീഡ്രൽ ദേവാലയത്തിൽ സഭയെക്കുറിച്ചും തൃത്വത്തെക്കുറിച്ചും കുർബാനയെക്കുറിച്ചും ഒക്കെ പ്രസംഗിച്ചിട്ട് ജനം മാറുന്നില്ല. അവസാനം അദ്ദേഹം പരാജയപ്പെട്ട് 3 ദിവസക്കാലം ഉപവസിച്ചും പരിത്യാഗം ചെയ്തും ഉള്ളരിഞ്ഞാണം കെട്ടിയും ദൈവസന്നിധിയിൽ സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച 3-ാമത്തെ ദിവസം 1214 പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ജപമാല. എന്നിട്ട് അമ്മ പറഞ്ഞു, ഈ പ്രാർത്ഥന നീ രാത്രി മുഴുവൻ ചൊല്ലിയിട്ട് പകല് പ്രസംഗിക്കുക. 7 വർഷം വിശുദ്ധ ഡൊമിനിക് എന്ന് പറയുന്ന ഈ വിശുദ്ധനായ വൈദികൻ പ്രസംഗിച്ചിട്ട് മാറാതെ 4 രാജ്യങ്ങളിലെ കത്തോലിക്ക വിശ്വാസികൾ സഭ വിട്ടുപോയപ്പോൾ വെറും 3 വർഷം കൊണ്ട് ജപമാല ചൊല്ലി സഭ വിട്ടുപോയ മക്കളെ തിരിച്ചു കൊണ്ടുവരുവാൻ വിശുദ്ധ ഡൊമിനിക്കില് ഈ ജപമാല പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ വലിയ മാനസാന്തരം സംഭവിച്ചു. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ,
കർത്താവ് സഭയ്ക്ക് നൽകിയ ഒരു ഹോളി വെപ്പണാണ്, സ്വർഗീയ ആയുധമാണ് ജപമാല. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാർ, നിങ്ങൾ ശ്രദ്ധിച്ചേ, എല്ലാ വിശുദ്ധന്മാർ കത്തോലിക്ക സഭയിൽ 38 മരിച്ചവരെ എഴുന്നേൽപ്പിച്ച അഗ്നിയുടെ സുവിശേഷകൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ വിൻസെന്റ് ഫെറർ. ഫയർ അനോയിന്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ. മരിച്ചവർ എഴുന്നേൽക്കുന്ന 1,00,000-ലധികം മേജർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സ്വർഗം ഉപയോഗിച്ച അഗ്നിയുടെ സുവിശേഷകനായ വിശുദ്ധ വിൻസെന്റ് ഫെറർ തൻ്റെ ശുശ്രൂഷയ്ക്ക് മുമ്പായി മുട്ടുകുത്തി കരങ്ങൾ വിരിച്ചു പിടിച്ച് മണിക്കൂറുകൾ ജപമാല ചൊല്ലിയിട്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് പോകുന്നത്. നമുക്കറിയാം, സഭയിൽ എല്ലാ വിശുദ്ധരെ നോക്കിക്കേ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ രാത്രികാലങ്ങളിൽ മുട്ടുകുത്തി കുരിശിന് ചോട്ടിൽ മുട്ടുകുത്തി കൈവിരിച്ച് ജപമാല ചൊല്ലി പകൽ മണികിലുക്കി ഈശോയുടെ വചനം പ്രസംഗിച്ചല്ലേ ലക്ഷക്കണക്കിന് ആൾക്കാരെ സഭയിലേക്ക് കൊണ്ടുവന്നത്. അത്ര ശക്തമായ പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ജപമാലയുടെ ഓരോ വാക്കുകളും ദൈവത്തിൻ്റെ വചനമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, വചനം നിങ്ങളെ ശുദ്ധീകരിക്കും. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള വചനം അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി ശുദ്ധീകരിക്കും. രണ്ടാമത്തെ കാര്യം വിശുദ്ധ മത്തായി 8:16 വചനം, അതായത് പിശാചിനെ ബന്ധിക്കുന്നത് ദൈവവചനത്താൽ. സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈശോ പിശാചിനെ വചനം പറഞ്ഞാണ് വിടുവിച്ചത്, രോഗികളെ സൗഖ്യപ്പെടുത്തിയത്. കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ബത്തലങ്കോ. അദ്ദേഹം നേരത്തെ സാത്താൻ സേവക്കാരനായിരുന്നു, ഒരു മന്ത്രവാദിയായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി അനേകം വ്യക്തികൾ ജപമാല ചൊല്ലി പിന്നീട് അദ്ദേഹം മാനസാന്തരപ്പെട്ട് സഭയിലെ വിശുദ്ധനായപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ വൈദികം പറയുന്നതാണ്, അതായത് പിശാച് ഏറ്റവും കൂടുതൽ ഞെട്ടിവിറയ്ക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. അതുകൊണ്ട് ജപമാല ചൊല്ലുന്നത് സാത്താൻ ഒരിക്കലും ഇഷ്ടമുള്ളത്. അത് വീട്ടിലായിക്കോട്ടെ, അതെങ്കിൽ ഇടവകയിലായിക്കോട്ടെ, ഒരു സമൂഹത്തിലായിക്കോട്ടെ, ഒരു പ്രാർത്ഥന ഗ്രൂപ്പിലായിക്കോട്ടെ, ജപമാല ചൊല്ലുന്നത് സാത്താൻ ഇഷ്ടമില്ല. ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് ഇങ്ങനെ ജപമാല ചൊല്ലുന്നത്? ഞാൻ സിമ്പിളായിട്ട് ചോദിക്കട്ടെ. കത്തോലിക്ക സഭയിൽ 37 വേദപാരംഗതരുണ്ട്. ഈ 37 വേദപാരംഗതർ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയത് പരിശുദ്ധ അമ്മയെക്കുറിച്ചല്ലേ? വിശുദ്ധ ഫ്രാൻസിസ് സാലസ് സഭയിലെ വേദപാരംഗതനാണ്. സഭയിൽ വേദപാരംഗ വിശുദ്ധ അൽഫോൺസ് ലഗോരി, അവരൊക്കെ ജപമാല ചൊല്ലിയവരല്ലേ? വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട്, വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പ, വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പ, എന്തിനാ 9-ാം പീയൂസ് മാർപ്പാപ്പ? വിശുദ്ധ 9-ാം പീയൂസ് മാർപ്പാപ്പയുടെ ചരിത്രം നമുക്കറിയത്തില്ലേ? ആ വിശുദ്ധൻ്റെ ഒരു ചരിത്രം ഇതാണ്. സെമിനാരി ചേർന്നു, വൈദിക വിദ്യാർത്ഥിയായി ചേർന്നു, നല്ല കളികളിൽ മിടുക്കൻ, പഠിക്കാൻ മിടുക്കൻ, പ്രസംഗത്തിൽ മിടുക്കൻ, സെമിനാരിൽ ഏറ്റവും മിടുക്കനായ വൈദിക വിദ്യാർത്ഥി. വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥനയുടെ സമയത്ത് അദ്ദേഹം തലചുറ്റി താഴേക്ക് വീണു, കൈയും കാലും ഇട്ട് വിറയ്ക്കാൻ തുടങ്ങി. കയ്യിലും കാലും ഒക്കെ വിറച്ച് ഷിവർ ചെയ്യാൻ തുടങ്ങി. വായിലൂടെ നൊരയും പതയും വരാൻ തുടങ്ങി. എടുത്ത് ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർമാർ പരിശോധിച്ച് മനസ്സിലായി മാരകമായ അപസ്മാര രോഗമാണ്. തുടർന്ന് സെമിനാരി കൊണ്ടുവന്ന് പല പ്രാവശ്യം ഈ രോഗം ആവർത്തിച്ചു. ഇപ്പം സെമിനാരിയുടെ നിയമം അനുസരിച്ച് ഇങ്ങനൊരു വ്യക്തിക്ക് പട്ടം കൊടുക്കാൻ പറ്റത്തില്ല. കാരണം കൂദാശ പരികർമ്മം ചെയ്യുമ്പോഴാണ് ഈ രോഗമുണ്ടാകുന്നതെങ്കിൽ പട്ടം പൂർത്തി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൗരോഹിത്യത്തിലേക്ക് ഈ വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇപ്പം സെമിനാറിൽ ഏറ്റവും മിടുക്കനായ വൈദിക വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തെ ഒരു ദിവസം രാവിലെ കുർബാന കഴിഞ്ഞ് ബഹുമാനപ്പെട്ട റെക്ടർ അച്ഛൻ അദ്ദേഹത്തെ ഈ വൈദിക വിദ്യാർത്ഥിയെ റൂമിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മുടെ സെമിനാരിയിലെ സഭയുടെ നിയമങ്ങളൊക്കെ ഇതാ എന്ന് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ബ്രദർ ദയവായിട്ട് സെമിനാരിയിൽ നിന്ന് പുറത്തു പോകണം. ഇത് കേട്ട് വളരെ സങ്കടപ്പെട്ട് ഒത്തിരി ആഗ്രഹിച്ചൊരു പുരോഹിതനാകാൻ വന്നതാണ്. അദ്ദേഹം സങ്കടപ്പെട്ട് കരയെന്ന് കണ്ടപ്പോൾ റെക്ടറച്ചൻ തൻ്റെ പോക്കറ്റിൽ കിടക്കണ ജപമാല എടുത്ത് ഈ വൈദിക വിദ്യാർത്ഥിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ എല്ലാ ദിവസവും 153 മണി ജപം ചൊല്ലി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ നീ പ്രാർത്ഥിക്കും, നിന്നെ പുരോഹിതനാക്കാൻ അമ്മയ്ക്ക് പറ്റും. കാരണം പുരോഹിതരുടെ രാജ്ഞിയാണ് പരിശുദ്ധ അമ്മ. 153 മണി ജപം എല്ലാ ദിവസവും ചൊല്ലിയിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കും. അപസ്മാര രോഗിയായ ഈ വൈദിക വിദ്യാർത്ഥി ആശുപത്രി കിടക്കുമ്പോഴൊക്കെ പറയും, അമ്മേ എന്നെ തിരിച്ച് സെമിനാരി കൊണ്ടുവരണം. 2 വർഷം രോഗിയായി കിടന്നു. അത്ഭുതകരമായി ഈശോയും പരിശുദ്ധ അമ്മയും അമ്മ ഈശോയുമായി വന്ന് ഈ വൈദിക വിദ്യാർത്ഥിയെ സൗഖ്യപ്പെടുത്തി. അത്ഭുതമെന്ന് പറയട്ടെ, തിരിച്ച് സെമിനാരി ചേർന്ന് രോഗം മുഴുവൻ മാറി. പിന്നീട് അദ്ദേഹം സെമിനാരി ചേർന്ന് വൈദികനായി, മെത്രാനായി, കർദിനാളായി. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ 266 മാർപ്പാപ്പമാരിൽ
ഏറ്റവും കൂടുതൽ വർഷം സഭയെ നയിച്ച് 39 വർഷം ഈ സഭയെ നയിച്ച മാർപ്പാപ്പയായി മാറി. അദ്ദേഹമാണ് പിയൂസ് 9 മാർപ്പാപ്പ. അദ്ദേഹം മരിക്കണ സമയത്ത് കൊന്ത ചൊല്ലിയാണ് മരിച്ചത്. അന്ന് സെമിനാരിയിൽ നിന്ന് രോഗമായി പറഞ്ഞു വിട്ട വ്യക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ച് പിന്നെ സഭയുടെ മാർപ്പാപ്പയായി മാറി. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, കുടുംബത്തെ ദേവാലയമാക്കാനും ദേവാലയത്തെ കുടുംബമാക്കാനുള്ള പ്രാർത്ഥനയാണ് ജപമാല. അദ്ദേഹം പറയുന്നവരാണ്, എൻ്റെ അന്ത്യശാസനം ഇതാ, എല്ലാ കുടുംബങ്ങളിലും ജപമാല ചൊല്ലണം. കാരണം ജപമാല ചൊല്ലുമ്പോൾ സാത്താനിക ശക്തികൾ ചതറിയോടും, സാത്താനിക ശക്തികളെ കെട്ടുകളഴിയും. സാത്താനിക ശക്തികൾ സഭയെ ആക്രമിക്കുമ്പോൾ അവിടെ കെട്ടുകളഴിയും. 917 പരിശുദ്ധ അമ്മ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ലൂസിയോട് പറയുകയാണ്, ലൂസി, ഈ കാലയളവിൽ ദൈവവിളി കുറയാനും കത്തോലിക്ക സഭയിലെ മക്കൾ അധാർമികതയിലും അരാജകത്വത്തിലും മുഴുകുവാനും സഭ വിട്ടുപോകാനും പ്രധാനപ്പെട്ട കാരണം ദിവ്യകാരുണ്യ ഭക്തിയും ജപമാല ഭക്തിയും സഭയിൽ കുറഞ്ഞതാ. എന്നിട്ട് അമ്മ പറയുക, ജപമാല ചൊല്ലുമ്പോൾ ഞാൻ ദൈവവിളി തിരിച്ചു കൊണ്ടുവരും. ജപമാല ചൊല്ലുമ്പോൾ സാത്താനിക കോട്ടകൾ തകരും. ജപമാല ചൊല്ലുമ്പോൾ സഭാവിരുദ്ധ ശക്തികൾ തകരും. നമ്മൾ കണ്ടിട്ടില്ലേ, സഭയിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണം. വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പ, വിശുദ്ധനായ മാർപ്പാപ്പ, ജപമാലയുടെ മാർപ്പാപ്പയാണ് വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പ. ജോൺ ബോൾ മാർപ്പാപ്പയുടെ ചരിത്രം അറിയാം, നമുക്കറിയാം. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ അമ്മ മരിച്ചുപോയി, പിന്നെ പെങ്ങള് മരിച്ചുപോയി. 10ാമത്തെ വയസ്സായപ്പോൾ ജ്യേഷ്ഠനായ ഡോക്ടർ മരിച്ചുപോയി. പിന്നെ ഡാഡിയാണ് ഈ മകനെ വളർത്തുന്നത്. തൻ്റെ അപ്പനെക്കുറിച്ച്, ഡാഡിയെക്കുറിച്ച് ജോൺ ബോൾ മാർപ്പാപ്പ പിന്നീട് പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ ദിവ്യകാരുണ്യ ഭക്തിയിലേക്കും എന്നെ ജപമാല ഭക്തിയിലേക്കും എൻ്റെ പൗരോഹിത്യത്തിന് കാരണം എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയാണ്. അപ്പനെക്കുറിച്ച് ഈ മകൻ പറയുന്നത്, എപ്പോൾ നോക്കിയാലും അപ്പൻ്റെ കയ്യിൽ ജപമാലയുണ്ട്. ഞാൻ വൈകുന്നേരം ഞങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അപ്പൻ മുട്ടുകുത്തി കൈ വിരിച്ചു പിടിച്ച് ഞങ്ങൾ ഒന്നിച്ചു ജപമാല ചൊല്ലും. ഞാൻ കിടന്നു കഴിഞ്ഞാലും അപ്പൻ തിരികെത്തിച്ചു വെച്ച് അവിടെ ജപമാല ചൊല്ലുന്നത് കാണാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ അപ്പൻ ജപമാല ചൊല്ലുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നത്. പ്രിയപ്പെട്ടവർ, 21ാമത്തെ വയസ്സിൽ കരോൾ വൈദ്യവായി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ അപ്പൻ പതിവ് പോലെ പ്രാർത്ഥിക്കുന്ന മുറിയിൽ അപ്പൻ അവിടെ പ്രാർത്ഥിക്കാനില്ല, അവിടെ തിരികെത്തിച്ച് വെച്ചിട്ടില്ല. ചെന്ന് നോക്കുമ്പോൾ അന്ന് പോളണ്ടിൽ നിരീശ്വരവാദികളുടെ ഭരണമാണ്. അപ്പൻ്റെ ശരീരം തണുത്തു മരവിച്ചു കഴിഞ്ഞു. അപ്പൻ മരിച്ചിട്ട് മണിക്കൂറായി. 9 മണി കഴിയാതെ ജനത്തിന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. 9 മണി വരെ അപ്പൻ്റെ മൃദുശരീരത്തിനരികിൽ ജപമാല ചൊല്ലി അപ്പൻ്റെ മൃദുസംസ്കാരം കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഇതാ പറയുന്നത്, പിന്നീട് പാറമടയിൽ പണിയാൻ പോയി, ഒരു അപകടത്തിൽപ്പെട്ട് ആക്സിഡൻറ്റിൽ ബോധം കെട്ടുപോയി. ബോധം തെളിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ പള്ളിയുടെ മുമ്പിലാണ് കിടക്കുന്നത്. ഈ സമയത്ത് അമ്മയുടെ രൂപം കണ്ടിട്ട് പറഞ്ഞു, അമ്മേ, എല്ലാവരും എന്നെ വിട്ടിട്ട് പോയി. എൻ്റെ അപ്പം പോയി, എൻ്റെ അമ്മ പോയി, എൻ്റെ പെങ്ങള് പോയി, എൻ്റെ ജ്യേഷ്ഠൻ പോയി, ഇനി നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മറിയത്തിന് വിമല ഹൃദയത്തിൽ സമർപ്പിച്ച് അമ്മയോട് ചേർന്ന് കരങ്ങൾ പിടിച്ച് 26 വർഷം ഈ സഭയെ നയിച്ച വിശുദ്ധ ജോൺ ബോൾ മാർപ്പാപ്പ പറയുന്നുണ്ട്, എൻ്റെ ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയാണ്. എന്നിട്ട് ജോൺ ബോൾ മാർപ്പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്, കത്തോലിക്ക സഭയിലെ മക്കൾക്കാണ് ലോക സമാധാനം ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത്. ലോക സമാധാനത്തിന് ദൈവം ഏൽപ്പിച്ച സഭയിലെ മക്കൾക്കാ. ജോൺ ബോൾ മാർപ്പാപ്പ പറയുന്നുണ്ട്, 2 കാര്യത്താലാണ്. ഒന്ന്, പരിശുദ്ധ കുർബാന എന്ന ആയുധവും പരിശുദ്ധ ജപമാല എന്ന ആയുധവും സഭയ്ക്കാവുള്ളത്. എന്നിട്ട് ജോൺ ബോൾ മാർപ്പാപ്പ പറയും, ലോക സമാധാനത്തിൻ്റെ യജ്ഞം, സമാധാനം കൊണ്ടുവരാനുള്ള കടമ കത്തോലിക്ക സഭയ്ക്ക്. കാരണം ജപമാല ചൊല്ലാൻ ദൈവം സഭാ മക്കൾക്കാണ് അതിന് അറിവ് കൊടുത്തത്. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, സഭയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല. ജപമാല ചൊല്ലാനുള്ള കടമ സഭയിലെ മക്കൾക്കുണ്ട്. കോൺവെന്റുകള്, സെമിനാരികള്, ഇടവകളിലെ കൂട്ടായ്മകളിലെ കുടുംബങ്ങളിൽ ജപമാല പ്രാർത്ഥന സഭയിൽ കൊണ്ടുവരണം. 958 പിയൂസ് മാർപ്പാപ്പയിലൂടെ സഭയിൽ ഔദ്യോഗികമായി, അതായത് കുടുംബ പ്രാർത്ഥനയായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ജപമാല പ്രാർത്ഥന. 1938 പിയൂസ് 5 മാർപ്പാപ്പ പറയുകയാണ്, അതായത് ജപമാല പ്രാർത്ഥന ദിവ്യകാരുണ്യ സന്നിധിയിൽ അരമണിക്കൂർ ജപമാല ചൊല്ലിയാൽ തിരുസഭ പൂർണ്ണ ദണ്ഡമോചനം നൽകുന്ന പ്രാർത്ഥനയാണ്. എന്ന് വെച്ചാൽ സഭ ഔദ്യോഗികമായി അംഗീകരിച്ച പ്രാർത്ഥനയാ. എന്തിനാണ് നമ്മൾ പറയുന്നത്? കേരള സഭയിലെ സുറിയാനി സഭയുടെ പ്രധാനപ്പെട്ട വിശുദ്ധരാണ് വിശുദ്ധ ചാവറയച്ചൻ, വിശുദ്ധ യൗപ്രാസ്യമ്മ, വിശുദ്ധ മദർ മറിയം ത്രേസ്യ, വിശുദ്ധ അൽഫോൺസാമ. ഈ 4 വിശുദ്ധരും
വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് പ്രാർത്ഥിച്ചത് ജപമാല പ്രാർത്ഥനയല്ലേ? വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ്റെ കയ്യിൽ എപ്പോഴും ജപമാലയുണ്ടായിരുന്നു. വിശുദ്ധ അൽഫോൻസാ പറയും, എനിക്ക് വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാലയാണ്. വിശുദ്ധ ചാവറയച്ചൻ ജപമാല ഭക്തി കേരള സഭയിൽ പ്രചരിപ്പിക്കാൻ കൊണ്ടുവന്ന വിശുദ്ധനാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നൂലിൽ കെട്ടി സ്വർഗത്തിൽ നിന്ന് വചനം ബൈബിൾ ഇറക്കുന്നതാണ് ജപമാല എന്നാണ് പറയുന്നത്. വിശുദ്ധ മദർ മറിയം ത്രേസ്യ ജപമാല ഭക്തി പ്രചരിപ്പിച്ച ആളാ. ചങ്ങനാശ്ശേരി രൂപതയിൽപ്പെട്ട മാർ കുരിയാളശ്ശേരി പിതാവ്, ദൈവദാസൻ ധന്യനായ കുരിയാളശ്ശേരി പിതാവ് ജപമാല ഭക്തനായിരുന്നു. കാവുക്കാട്ട് പിതാവ് ജപമാല ഭക്തനായിരുന്നു. കത്തോലിക്ക സഭയിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മ പറയണത്, ഒന്ന് പരിശുദ്ധ കുർബാന, രണ്ട് ജപമാല. ദൈവമക്കളെ, പരിശുദ്ധ കുർബാനയും പരിശുദ്ധ ജപമാലയും എന്ന ആയുധം, ഹോളി വെപ്പൺ, ഈ ആയുധം സഭാമക്കൾ മുറുകെ പിടിക്കുമ്പോൾ സഭയ്ക്കെതിരെ വിടുന്ന നാരിക ശക്തികൾ തകർന്നു വീടും. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ, 9-ാം പീയൂസ് മാർപ്പാപ്പ പറഞ്ഞില്ലേ, നമ്മുടെ കുടുംബങ്ങളെ ദേവാലയമാക്കി മാറ്റുന്ന ജപമാല പ്രാർത്ഥന. നമ്മുടെ ദേവാലയങ്ങളെ കുടുംബമാക്കുന്നതാണ് ജപമാല പ്രാർത്ഥന. കേരള സഭയുടെ നവീകരണ വർഷം പ്രഖ്യാപിക്കപ്പെട്ട ഈ കാലയളവിൽ എല്ലാ കുടുംബങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ജപമാല ഭക്തിയും ദിവ്യകാരുണ്യ ഭക്തിയും നമുക്ക് ശക്തമായിട്ട് സഭയിൽ തിരിച്ചു കൊണ്ടുവരണം. ജപമാല ഭക്തിയും ദിവ്യകാരുണ്യ ഭക്തിയും സഭയിൽ തിരിച്ചു കൊണ്ടുവരുമ്പോൾ തിന്മയുടെ ശക്തികൾ ദേശത്തിൽ നിന്ന്, സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് അന്ധചിത്ര ശക്തികൾ അഴിഞ്ഞു മാറും. ദൈവമക്കളെ, അതുകൊണ്ട് ജപമാല ഭക്തി നമുക്ക് ശക്തമായി പ്രചരിപ്പിക്കാം, പ്രോത്സാഹിപ്പിക്കാം. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഒക്ടോബർ മാസം 31-ാം തീയതി കേരള സഭയെ അമ്മ മാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് കേരള സഭയെ അഭിവന്ദ്യ പിതാക്കന്മാർ സമർപ്പിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് അമ്മ മാതാവെ, കേരള സഭയെ അമ്മയുടെ നീലക്കാപ്പ് കൊണ്ട് പൊതിഞ്ഞ് ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾ പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായി ഒരുങ്ങി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ദൈവമക്കളും പരിശുദ്ധ കുർബാനയുടെ ആരാധനയ്ക്കായി നമുക്കൊരുങ്ങാം. ഈശോ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ആമേൻ. സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിക്കും താതനെ ആരാധിക്കുന്നു. ഏകജാതനെ നൽകാൻ തക്കവിധം സ്നേഹിക്കും താതനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയോട് ഹല്ലേലൂയ, എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മേ മാതാവേ, സുതനീശോയേ, ഈശോയെ ഞങ്ങൾ ആരാധിക്കുന്നു. മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ,
ഹല്ലേലൂയ ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം തിരുലിഖിതം. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ ഭൂമിയിൽ നിക്ഷേപം കൂട്ടിവെക്കും. ഈശോയുടെ പ്രിയപ്പെട്ട ജനമേ, ഉത്ഥാനം ചെയ്ത ഈശോ നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനങ്ങളിൽ ഒന്നാണല്ലോ പരിശുദ്ധ അമ്മ. ഈശോയെ സ്നേഹിക്കുന്നവർക്ക് ഈശോ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അപ്പസ്തോലനായ യോഹന്നാന് ഈശോ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാ തൻ്റെ അമ്മ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം അമ്മ പറയുന്ന കാര്യമുണ്ട്. എവിടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ആരാധിക്കുന്നുണ്ടോ അതിന് വലതുഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. ഈശോയുടെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ മാതാവ്, പാപികൾക്ക് വേണ്ടി രക്തക്കണ്ണുനീരൊഴുക്കുന്ന അമ്മ, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ഈ ആരാധനയിൽ പങ്കുചേരുന്നു. 947 ഈശോയുടെ പ്രിയപ്പെട്ട അമ്മ ഇറ്റലിയിലെ മോണ്ടിക്കാരിയിൽ ഒത്തിരി പ്രാർത്ഥിക്കണ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണ ഒരു നഴ്സിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് 3 വാളാണ് ഉണ്ടാകുന്നത്. ലോകത്തിലും സഭയിലും നടന്നിട്ടുള്ള എല്ലാ അനുസരണക്കേടും തിന്മയ്ക്കുമെതിരായി ദൈവകോപം. ഇതിന് പരിഹാരമായി 3 പൂക്കൾ അമ്മയുടെ ഹൃദയത്തിൽ വാളും മാറി വരുന്നുണ്ട്. വാളിന്റെ സ്ഥാനത്ത് 3 പൂക്കൾ, ഒരു ഗോൾഡൻ പൂ, ചുമല റെഡ് പൂ, 3 കളറുള്ള പൂക്കൾ. ഈ 3 പൂക്കൾ പരിശുദ്ധ അമ്മ പറയണത് 1 പ്രാർത്ഥന, 2 പ്രാശ്ചിത്തം, 3 പരിഹാരം. ദൈവമക്കളെ, തിരുസഭയുടെ നവീകരണത്തിന് വേണ്ടി സഭാപിതാക്കന്മാർ ആഹ്വാനം ചെയ്ത സഭാ നവീകരണ വർഷത്തിൽ ഈ 3 കാര്യങ്ങളാണ് സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടത്. 1 പ്രാർത്ഥന, 2 പ്രാശ്ചിത്തം, 3 പരിഹാരം. സർവ്വീർത്ത് പറയും ഹല്ലേലൂയ. അത് നമ്മുടെ കുടുംബങ്ങളിൽ തുടങ്ങണം, നമ്മുടെ ദേശത്ത് തുടങ്ങണം, നമ്മുടെ ഓരോ ഇടവകളിലും രൂപതകളിലും. പരിശുദ്ധി അമ്മ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം 1 പ്രാർത്ഥന, 2 പ്രാശ്ചിത്തം, 3 പരിഹാരം. എൻ്റെ ദൈവമക്കളെ, ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വിശുദ്ധാത്മാക്കൾ ഇത് തന്നെ ചെയ്തത്. സഭയ്ക്ക് വേണ്ടി അവര് കരഞ്ഞു പ്രാർത്ഥിച്ചത് മാത്രമല്ല, സഭയിൽ വന്നിരിക്കുന്ന ചെറുതും വലുതുമായ കുറവുകൾക്ക് വേണ്ടി അവരെ ക്രിസ്തുവിന്റെ കുരിശിനോട് ചേർത്ത് വെച്ച്, ക്രിസ്തുവിന്റെ കാൽവരി കുരിശിലെ ബലിയോട് ചേർത്ത് വെച്ച് സഹനങ്ങൾ കാഴ്ചവെച്ച് പരിഹാരം ചെയ്തു. അവര് പ്രാശ്ചിത്തം ചെയ്ത സഭയ്ക്ക് വേണ്ടി. അങ്ങനെ ചെയ്തവരെയാണ് സഭയിൽ ഉണർവിന് വേണ്ടി ഉപയോഗിച്ചത്. ഈ 21-ാം നൂറ്റാണ്ടിൽ, ആധുനിക കാലഘട്ടത്തിൽ, തിന്മ നിറഞ്ഞ ലോകത്തിൽ, അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ, പാപം നിറഞ്ഞ ലോകത്തിൽ ക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ അമ്മ ഈശോ ആഗ്രഹിക്കുന്നത് ദൈവമക്കൾ ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയാ അമ്മ മാതാവ്, ഈശോയുടെ അമ്മ, ദിവ്യകാരുണ്യത്തിന്റെ അമ്മ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും പറയണം, മക്കളെ പ്രാർത്ഥിക്കണം. തിരുസഭയുടെ നവീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം.
ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, നമ്മുടെ കരങ്ങൾ പ്രാർത്ഥനയുടെ കരങ്ങളായി മാറട്ടെ. നമ്മുടെ നിലവിളി പ്രാർത്ഥനയായി മാറട്ടെ. കർത്താവിൻ്റെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിക്കുക. കർത്താവേ, ഞങ്ങള് ഇന്ന് പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇതുവരെ ഒരുപക്ഷെ പ്രാർത്ഥിച്ചത് നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാ പ്രാർത്ഥിച്ചത്. എന്നാൽ ഈ പരിശുദ്ധി അമ്മയ്ക്കൊരു പുഷ്പകിരീടമെന്ന ഈ ശുശ്രൂഷയിലെ ആരാധനയിൽ പങ്കെടുക്കണ ദൈവമക്കൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിന്റെ സഭയെ, മുറിവേറ്റ സഭയ്ക്ക് വേണ്ടി. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വരം ഉയരട്ടെ. ഹല്ലേലൂയ, ഈശോയെ നന്ദി, നന്ദി. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യ പന്തക്കുസ്തായിൽ നീ നായികയായല്ലോ മാതാവേ. ഇനിയൊരു പുത്തൻ പന്തക്കുസ്ത കാണാൻ ലോകമൊരുക്കണമേ. കൃപയുടെ വീഞ്ഞു നിറയ്ക്കണമേ. ആഹാ, ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലഹരിയിലാഴട്ടെ. ആദ്യ പന്തക്കുസ്തായിൽ നീ നായികയായല്ലോ. മാതാവേ, ഇനിയൊരു പുത്തൻ പന്തക്കുസ്ത കാണാൻ ലോകമൊരുക്കണമേ. കൃപയുടെ വീഞ്ഞു നിറയ്ക്കണമേ. ആഹാ, ലോകം മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലഹരിയിലാഴട്ടെ. ചേർന്ന് പാടാം. ആദ്യ പന്തക്കുസ്തായിൽ നീ നായികയായല്ലോ ഇനിയൊരു പുത്തൻ പന്തക്കുസ്ത കാണാൻ ലോകമൊരുക്കണമേ. കൃപയുടെ വീഞ്ഞു നിറയ്ക്കണമേ. ആഹാ, തിരുസഭ മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലഹരിയിലാഴട്ടെ. ആദ്യ പന്തക്കുസ്തായിൽ നീ നായികയായല്ലോ. ഇനിയൊരു പുത്തൻ പന്തക്കുസ്ത കാണാൻ ലോകമൊരുക്കണമേ. കൃപയുടെ വീഞ്ഞു നിറയ്ക്കണമേ. ആഹാ, തിരുസഭ മുഴുവൻ ക്രിസ്തുവിനെ പ്രതിലഹരിയിലാഴട്ടെ. ആനന്ദമേ, എന്തോരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. മാതാവേ, ആരാധിക്കുന്നു. ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. ഓ ആനന്ദമേ, എന്തോരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ഓ ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. പരിശുദ്ധ അമ്മേ, അപ്പസ്തോല പ്രവർത്തനം 1:14 ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരെ ഒരുമിച്ചു കൂട്ടിയ പരിശുദ്ധി അമ്മേ, അവരേക മനസ്സോടെ അവന്റെ അമ്മയായ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി, ദിവ്യകാരുണ്യത്തിന്റെ അമ്മേ, തിരുസഭയുടെ മാതാവേ, സഭയുടെ നവീകരണത്തിന് വേണ്ടി ദൈവജനത്തോട് ചേർന്ന് കൃപ കൊണ്ടുവരാൻ അമ്മ പ്രാർത്ഥിക്കണമേ ദിവ്യകാരുണ്യ സന്നിധിയിൽ. ഇസ്രായേല്യർക്ക് മന്ന പൊഴിച്ച ശക്തനാം ദൈവം ദിവ്യ മന്നയായി പെയ്തിറങ്ങിയ പേടകമല്ലോ നീ, മന്ന പേടകമല്ലോ നീ. ആഹാ, അമ്മയ്ക്കൊപ്പം ഈശോയെ ആരാധിക്കും നീ. ഇസ്രായേല്യർക്ക് മന്ന പൊഴിച്ച ശക്തനാം ദൈവം ദിവ്യമന്നയായി പെയ്തിറങ്ങിയ പേടകമല്ലോ നീ, മന്ന പേടകമല്ലോ നീ. ആഹാ, അമ്മയ്ക്കൊപ്പം ഈശോയെ ആരാധിക്കുന്നേ. ദിവ്യകാരുണ്യീശോ കൃപ ഒഴുകട്ടെ. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആനന്ദമേ, ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം. കരങ്ങൾ രണ്ടും ഉയർത്തി പരിശുദ്ധ അമ്മയോടൊപ്പം എല്ലാ
ദൈവമക്കളെ ആരാധിച്ചേ. ലോകത്തിലെ ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ അമ്മയോടൊപ്പം ആരാധന. ഓ ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ ഓ ആനന്ദമേ, ഈശോ ഈശോ അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ ഓ ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിശാചിന് ഏറ്റവും ഭയമുള്ള ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. നമ്മുടെ ക്ലാസ്സുകളിലൂടെ കേട്ടു, ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോഴും സാത്താന്റെ ശിരസ്സിനേൽക്കുന്ന ഏറ്റവും വലിയ പ്രകരമാണ്. ഇൻസുലിൻ ജേസു എന്ന പുസ്തകത്തിൽ പരിശുദ്ധ അമ്മയോട് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് വൈദികൻ ഈശോയോടും അമ്മയോടും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈശോ പറഞ്ഞ വാക്കെന്നറിയാമോ? ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ് അമ്മയോട് ചേർന്ന് എന്നെ ആരാധിക്കുന്നത്. ഇതേക്കുറിച്ച് വലിയ ദൈവശാസ്ത്രജ്ഞന്മാർ വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയോട് ചോദിക്കുന്നു, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ജപമാല ചൊല്ലുന്നത് ശരിയാണോ? വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ മറിയത്തിന്റെ മടിയിലിരുന്ന് ഈശോയുടെ തിരുമുഖം ധ്യാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വച്ചുള്ള ജപമാല. 938 11 പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ സഭയിൽ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വച്ച് ജപമാല ചൊല്ലുമ്പോൾ അരമണിക്കൂർ ജപമാല ചൊല്ലുമ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം അനുവദിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമക്കളെ, ഈശോ നമുക്ക് നൽകിയ 2 പ്രധാനപ്പെട്ട ആയുധമാ സ്വർഗം നൽകിയത്. ഒന്ന് പരിശുദ്ധ കുർബാന, 2 പരിശുദ്ധ അമ്മ. സഭയുടെ ശക്തി 2000 വർഷമായി ഈ സഭയെ സാത്താൻ തകർക്കാൻ പറ്റാത്ത ശക്തി. 1 പരിശുദ്ധ കുർബാന, 2 പരിശുദ്ധ വചനം, 3 പരിശുദ്ധ അമ്മ ജപമാല. ദൈവമക്കളെ, സഭയുടെ നവീകരണ വർഷങ്ങളിൽ സഭയുടെ നവീകരണത്തിന് വേണ്ടി നാം ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മളെക്കാളും 10,000 ഇരട്ടി, ലക്ഷക്കണക്കിന് ഇരട്ടി ഈശോയുടെ സഭയുടെ നവീകരണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തി പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് അമ്മ പറയുന്ന പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ മഡ്ജുഗോറിയിൽ പറയുന്നു, നിങ്ങൾ ജപമാല ചൊല്ലി എന്നെ ശക്തിപ്പെടുത്തണം, എനിക്ക് നിങ്ങളെ അത്രയും പെട്ടെന്ന് സഹായിക്കാൻ പറ്റും. ദൈവമക്കളെ, അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാരും അമ്മയോട് ചേർന്ന് ആരാധിച്ചത്. കാരണം പരിശുദ്ധ അമ്മയാണ് ആദ്യത്തെ സക്രാരി. ദിവ്യകാരുണ്യ ഈശോയെ ഉദരത്തിൽ വഹിച്ചവൾ, ആ ഈശോയെ ജന്മം കൊടുത്തവൾ, ഈശോയ്ക്ക് ശരീരം കൊടുത്തവളാണ് മറിയം. സഭയുടെ ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെയും ശിരസായ ക്രിസ്തുവിനെയും ബന്ധിപ്പിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ മറിയം. വിശുദ്ധ സിറിൽ പറയുന്ന കാര്യമാണ്. സഭയിലെ 37ാമത്തെ വേദപാരംഗതനായ വിശുദ്ധ ഇറിനോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സഭ
അതിനെ വിശുദ്ധീകരിക്കാൻ ഏറ്റവും വെമ്പല് കൊള്ളുന്നത് മറിയമ. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പറയുന്നത്, കുരിശിൽ ഈശോ കിടക്കുമ്പോൾ മറിയം താങ്ങിയില്ലായിരുന്നെങ്കിൽ കുരിശു മറഞ്ഞേനെ. ഇവര് തമ്മിലുള്ള ബന്ധം ആത്മീയ ബന്ധമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയവും ഈശോയുടെ തിരുഹൃദയവും ഒന്നാണ്. വിശുദ്ധ അൽഫോൻസ് ലഗോരി പറയുക, നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ രൂപത്തിന് മുമ്പിൽ എന്ന് പറയുക, അമ്മേന്ന് വിളിക്കുമ്പോൾ സക്രാരിയിലുള്ള ഈശോ പറയും എന്തോ. നിങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയി എൻ്റെ ഈശോയെ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന അമ്മ പറയും എന്തോ. എന്നിട്ട് വിശുദ്ധ അൽഫോൻസ് ലഗോരി പറയുക, മറിയത്തിന്റെ വിമല ഹൃദയവും ഈശോയുടെ തിരുഹൃദയം തമ്മിൽ പിരിക്കാൻ പറ്റില്ല. എൻ്റെ ദൈവമക്കളെ, ജപമാലയുടെ വലിയൊരു കൊയ്ത്ത് സഭയിൽ ഉണ്ടാകണം. സഭാ നവീകരണ വർഷങ്ങളിൽ ദിവ്യകാരുണ്യ പ്രദർശനങ്ങളും ജപമാല കൂട്ടം കൂട്ടമായി ചെല്ലുമ്പോൾ തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. നമ്മളൊരു തീരുമാനമെടുക്കുക, ജപമാല കയ്യിലെടുക്കുക, ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. വെളിപാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യത്തിൽ പിശാചിനെ ബന്ധിക്കുന്ന ചങ്ങലയാ ജപമാല. സാത്താനെ 1000 വർഷത്തേക്ക് ബന്ധിക്കുന്ന ചങ്ങലയാ. മഞ്ജുകോറിയിൽ അമ്മ പറയുന്നു, നിങ്ങൾ നിസ്സാരങ്ങൾ എന്ന് പറയുന്ന ഈ ചരടിക്കോത്ത മുത്തുമണി മാല കൊണ്ടാണ് അലറുന്ന സുഖമായ സാത്താനെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഞാൻ വരിഞ്ഞു മുറുക്കി കെട്ടി നശിപ്പിക്കാൻ പരിശുദ്ധ ത്രിത്വം എന്നെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ആയുധമാണ് ജപമാല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, സഭയിലെ വിശുദ്ധന്മാർക്ക് ബോധ്യമില്ലാത്തവരല്ല, വേദപാരംഗതരെ ബോധ്യമില്ലാത്തവരല്ല. അവരെന്തുകൊണ്ട് വിശുദ്ധ ഉപ്രാസ്യമ്മയും ചാവറയച്ചനും പിയൂസ് 9-ാം മാർപ്പാപ്പയും 10-ാം പിയൂസ് മാർപ്പാപ്പയും വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയും യോഹന്നാൻ 23-ാം മാർപ്പാപ്പയും എന്തുകൊണ്ട് ജപമാല ചൊല്ലി? കാരണം ജ്ഞാനമുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, തീരുമാനമെടുക്കുക. ദിവ്യകാരുണ്യ സന്നിധിയിൽ അമ്മയെ സ്നേഹിക്കുമ്പോൾ ഈശോയ്ക്ക് ഇഷ്ടമാണ്. മാക്സിമിലിയൻ കോൾബയോട് ഒരിക്കൽ കുറെ പേര് ചോദിച്ചു, ഈ ആധുനിക കാലഘട്ടത്തിൽ മറിയത്തെ എന്തിനാ കൂടുതൽ ഉയർത്തുന്നത്? ഉടനെ ചിരിച്ചുകൊണ്ട് വിശുദ്ധ മാക്സിമിലിയൻ കോൾബ പറഞ്ഞു, ഈശോ മിശിഹ മറിയത്തെ സ്നേഹിച്ചതിന്റെ 10,000-ൽ 1 പോലും സ്നേഹിക്കാൻ നമുക്ക് പറ്റില്ല. എന്നിട്ട് കോൾബ പിതാവ് പറയുക, നിങ്ങൾ മറിയത്തെ സ്നേഹിക്കുന്ന ഏറ്റവും ഇഷ്ടം പരിശുദ്ധ ത്രിത്വത്തിനാ. നമുക്ക് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ആരാധന മുഴുവൻ ദൈവത്തിനാ, പിതാപുത്ര പരിശുദ്ധാത്മാവിനാ. എന്നാൽ ആ ആരാധനയ്ക്ക് നമ്മളെ സഹായിക്കുന്നവളാണ് മറിയം. ഇവിടെ കുർബാന എഴുന്നള്ളിച്ചു വെച്ച് ശാലോമിന്റെ ഈ ബലിപീഠത്തില് ദൈവമക്കളെ, ജീവനുള്ള കർത്താവ് ഒരു വൈദികന്റെ കരങ്ങളിലൂടെ ഈ കുസ്തോദിക്കാത്ത പരിശുദ്ധ കുർബാനയായി ഇവിടെ എഴുന്നള്ളിയിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അമ്മ മാതാവ് ബലിപീഠത്തിന്റെ വലതുവശത്തും ഔസേപ്പിതാവും എല്ലാ വിശുദ്ധന്മാരും നമ്മളോടൊപ്പം ആരാധിക്കുന്നുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആരാധന മറിയത്തോട് ചേർന്ന് ത്രിയേക ദൈവത്തെ ആരാധിക്കാനാണ്. മറിയം ദൈവത്തെ അനുസരിച്ചതുപോലെ, മറിയം ദൈവവചനം അനുസരിച്ചതുപോലെ, മറിയം ഈ ദൈവത്തിന് വേണ്ടി ജീവിച്ചതുപോലെ, മറിയത്തിന് അത്രയും പരിശുദ്ധാത്മാവ് നിറഞ്ഞതും പരിശുദ്ധിയുള്ള വ്യക്തിയോടും ചേർന്ന് അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ സാത്താന്റെ കോട്ടക്കൊത്തളങ്ങൾ തകർന്നു വീഴും. സഭാ മണ്ഡലങ്ങളിൽ, കുടുംബങ്ങളിൽ, സെമിനാരികളിൽ, ദേവാലയങ്ങളിൽ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന അടിമത്ത ചങ്ങലകൾ, ആധിപത്യ ശക്തികൾ അത്ഭുതകരമായി വിടുതൽ പ്രാപിക്കും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ മക്കളെ. അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധ റൂഹ കൃപയുടെ പെയ്ത്തിറങ്ങട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ,
മന്ദതയുടെ അവസ്ഥ, ജഡികപാപത്തിന്റെ അവസ്ഥ, ലോകാരൂപിയുടെ അവസ്ഥ, നിരാശയുടെ അവസ്ഥ, സഭയോട് വെറുപ്പ്, വൈദികരോട് വെറുപ്പ്, സഭാ നേതൃത്വത്തോട് വെറുപ്പ്, സഭ തളർന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, ഇവിടെ മേലെല്ലാം ദൈവത്തിന്റെ കാറ്റ് വീശട്ടെ. സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന വ്യക്തികളുടെ മേൽ സാത്താന്റെ കെട്ടുകൾ യേശു നാമത്തിൽ 1 യോഹന്നാൻ 3:8 വചനത്തിലൂടെ അഴിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ മക്കളെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. എഫെസോസ് 6:17 ദൈവവചനം എന്ന വാള്. വെളിപാട് 20:1 ചെങ്ങലയായ ജപമാല. പ്രഭാഷകന്റെ പുസ്തകം 6-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള ചെങ്ങലയായ ജപമാല. ദൈവ കരുണയുടെ അഭിഷേകം. കർത്താവിന് കൃപ ഇറങ്ങട്ടെ, ഭവനത്തിലേക്ക് ഇറങ്ങട്ടെ, കോൺവെന്റുകളിൽ ഇറങ്ങട്ടെ, ദേവാലയങ്ങളിൽ ഇറങ്ങട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നവർ പരിശുദ്ധാത്മാവിന്റെ ഫയർ ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവമക്കളെ, കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് കുപ്പിപ്പിടിക്കാം. എന്നിട്ടൊരു തീരുമാനം എടുക്കണം. ഞാൻ 3 കാര്യങ്ങളിൽ അടിയുറച്ചു നിൽക്കും. 1, പരിശുദ്ധ കുർബാനയോട് എനിക്ക് ബന്ധമുണ്ടാകും. 2, വചനത്തോടും കുർബാനയോടും ബന്ധം. അമ്മ മാതാവിനോട് സഭയോടുള്ള ബന്ധം. അമ്മയോടും സഭയോടുള്ള ബന്ധം. തീരുമാനമെടുക്കട്ടെ. ജപമാല ഭക്തി കുടുംബങ്ങളിൽ തിരിച്ചു വരട്ടെ. കുടുംബങ്ങളിൽ കൂട്ടമായി ജപമാല ചൊല്ലട്ടെ. ഒരു വാക്കുകൂടെ പറഞ്ഞ് നമ്മൾ ഈ ആരാധനയുടെ സമാപന ആശീർവാദത്തിലായിട്ട് വരും. പിയൂസ് 9-ാം അപ്പ പറഞ്ഞില്ലേ, കുടുംബത്തെ ദേവാലയമാക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. ദേവാലയത്തെ കുടുംബമാക്കുന്ന പ്രാർത്ഥനയാണ് ജപമാല. പരിശുദ്ധ അമ്മയെ, പരിശുദ്ധ കുർബാനയുടെയും പരിശുദ്ധ വചനത്തിൻ്റെയും പരിശുദ്ധ സഭയുടെ സ്നേഹത്തിൻ്റെയും ജപമാലയുടെ അഭിഷേകം ഞങ്ങളിൽ നിറയാൻ പ്രാർത്ഥിക്കണമേ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. എരിയാതെരിഞ്ഞു നിന്ന് മുൾപ്പടർപ്പേ പോൽ മാലിന്യം മേശാത്തൊരു കന്യകയല്ലോ നീ, നിത്യം കന്യകയല്ലോ നീ. ആഹാ, അമ്മയ്ക്കൊപ്പം ഈശോയെ വാഴ്ത്തിപ്പാടുന്നേ. എരിയാതെരിഞ്ഞു നിന്ന് മുൾപ്പടർപ്പിപ്പോൾ മാലിന്യം വീശാത്തൊരു കന്യകയല്ലോ നീ, നിത്യം കന്യകയല്ലോ നീ. ആഹാ, അമ്മയ്ക്കൊപ്പം ഈശോയെ വാഴ്ത്തിപ്പാടുന്നേ. ആനന്ദമേ, എന്തൊരാനന്ദമേ, അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ. ആഹ്ലാദമേ, ഉള്ളിൽ ആഹ്ലാദമേ, അമ്മയോടൊപ്പം നമ്മൾ സ്തോത്രം പാടുമ്പോൾ. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.